നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച പുതിയ പ്രസ്താവന ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുടെയും ഡിസ്കഷനാണ്. ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് കിട്ടുന്ന രീതിയിലാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത്: ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല തിരുവനന്തപുരം എന്നതാണ്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏതാ? മലപ്പുറം ജില്ല. ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? വയനാട് ജില്ല. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല ഏതാ? തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുള്ളത്. ഇവിടെ ആദ്യത്തെ പ്രസ്താവന: തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ശരിയാണ്. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. ശരിയാണ്. കേരളത്തിലെ ഏക കന്റോൺമെന്റ് കണ്ണൂർ. ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണ്? രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. PSC പരീക്ഷകളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ള ആലപ്പുഴ ജില്ലയിലെ ഫാക്ട്സ് നോക്കാം. രാജാ കേശവദാസിന്റെ പട്ടണം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. രാജാ കേശവദാസിന്റെ പട്ടണം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കയർ വ്യവസായങ്ങളുള്ള ജില്ല ഏതാ? ആലപ്പുഴ ജില്ല. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനം രൂപം കൊണ്ട ജില്ല? ആലപ്പുഴ ജില്ല. കേരള ജലഗതാഗതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ല? ആലപ്പുഴ. ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല? ആലപ്പുഴ. കേരള ഉൾനാടൻ ജലഗതാഗത വകുപ്പ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായ ജില്ല ഏതാ? ആലപ്പുഴ. കേരളത്തിലെ ആദ്യ സ്ത്രീ സൗഹൃദ ഗ്രാമപഞ്ചായത്തായ മാരാരക്കുളം സ്ഥിതി ചെയ്ത ജില്ല? ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ആലപ്പുഴ. റിസർവ് വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ആലപ്പുഴ. രാജാ കേശവദാസിന്റെ പട്ടണം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കയർ വ്യവസായങ്ങളുള്ള ജില്ല? അർജുന നൃത്തം, വേലകളി എന്നിവ ജില്ലയുടെ തനത് നൃത്തരൂപങ്ങളാണ്. ഇനി പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. കേരള ഉൾനാടൻ ജലഗതാഗത വകുപ്പ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ആലപ്പുഴ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാ? ആലപ്പുഴയാണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നു. റിസർവ് വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ല? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ജലോത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല? ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ല? കേരള ജലഗതാഗതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴയാണ്. ആലപ്പുഴ. ഹർഷിതം എജ്യൂടെക് ആപ്പിൽ 10th മെയിൻസിന് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 10th പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞവരും ഇനി കഴിയാനുള്ളവർ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. 10th പ്രിലിംസ് കഴിഞ്ഞവർ റെസ്റ്റ് എടുക്കരുത്. ജോലി കൈ കിട്ടുന്നത് വരെ നിങ്ങൾ റെസ്റ്റ് എടുക്കരുത്. നന്നായിട്ട് തന്നെ പഠിച്ച് ഈ ഒരു ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പോവുക. അപ്പൊ 10th മെയിൻസ് ബാച്ചിൽ ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ പുതിയ SCRT 5, 7, 9 മുതലായ ക്ലാസ്സുകളിലെ SCRT സയൻസ്, സോഷ്യൽ മുതലായ ഫാക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. കൂടാതെ ഇപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VFAക്ക് വേണ്ടി കമ്പനി LGS, ജനറൽ PSC, ഫയർമാൻ, അങ്ങനെ ഒരുപാട് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ്. ഈ എല്ലാ കോഴ്സുകളിലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടും. അതുപോലെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ 10th പ്രിലിംസിന്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞു. ആ രണ്ടാം ഘട്ടത്തിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഏതൊരു ബാച്ച് എടുത്താലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അഡ്മിഷൻ എല്ലാം ഓപ്പൺ ആണ്. ഫീസിൽ ഇപ്പോൾ 1 ഡിസ്കൗണ്ടും ഉണ്ട്. ജോയിൻ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. ശരിയാണ്. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ കായലുകൾ, കേരളത്തിലാകെ എത്ര കായലുകളാണുള്ളത്? 34 കായലുകളാണുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. വേമ്പനാട് കായൽ ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? എറണാകുളം, കോട്ടയം, ആലപ്പുഴ. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായിട്ടാണ് വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്.
വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകൾ ഏതൊക്കെയാ? കടമക്കുടി, പാതിരാമണൽ, വൈപ്പിൻ, വെല്ലിംഗ്ടൺ, വള്ളാർപാടം മുതലായവ വേമ്പനാട് കായലിലെ പ്രധാന ദ്വീപുകളാണ്. കടമക്കുടി, പാതിരാമണൽ, വൈപ്പിൻ, വെല്ലിംഗ്ടൺ, വള്ളാർപാടം. ഇനി വേമ്പനാട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 2002. കേരളത്തിൽ നിന്ന് 3 കായലുകളാണ് റംസാർ പട്ടികയിൽ ഇടം നേടിയത്. ഏതൊക്കെ? ശാസ്താംകോട്ട, അഷ്ടമുടി, വേമ്പനാട്. വർഷം 2002. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാ? പുന്നമട കായൽ. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിലാണ് പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നതോ? കന്നേറ്റി കായൽ. കന്നേറ്റി കായലിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി കൊച്ചി കായൽ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാ? വെള്ളായണിയിലാണ്. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത് വെള്ളായണിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ കായൽ ഏതാ? അഷ്ടമുടി കായലാണ്. പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ എവിടെയാണ്? അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിലാണ് പെരുമൺ തീവണ്ടി അപകടം നടന്നത്. പെരുമൺ തീവണ്ടി അപകടം നടന്നതെന്ന 1988 ജൂലൈ 8. 1988 ജൂലൈ 8 പെരുമൺ തീവണ്ടി അപകടം നടന്നത്. ഈ അഷ്ടമുടി കായൽ എവിടെയാ പതിക്കുന്നത്? അറബിക്കടലിലാണ് പതിക്കുന്നത്. 2002 തന്നെയാണ് അഷ്ടമുടി കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 2002 തന്നെയാണ് ശാസ്താംകോട്ട കായലിനെയും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാ? മേപ്പാടി തടാകം. വയനാട് സ്ഥിതി ചെയ്യുന്ന മേപ്പാടി തടാകത്തിന്റെ ആകൃതി ഹൃദയത്തിന്റെ ആകൃതിയാണ്. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ്? പൂക്കോട് തടാകം. വയനാട് സ്ഥിതി ചെയ്യുന്ന പൂക്കോട് തടാകത്തിന്റെ ആകൃതി ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയാണ്. അപ്പൊ ശാസ്താംകോട്ട കായലിന്റെ ആകൃതി എന്താ? എഫ് ഫോർ ഫ്രഷ് വാട്ടർ എന്ന് ഓർത്താൽ മതി. അപ്പൊ ഫ്രഷ് വാട്ടർ ലേക്കല്ലേ ശാസ്താംകോട്ട. അപ്പൊ ശാസ്താംകോട്ട കായലിന്റെ ആകൃതി എഫിന്റെ ആകൃതിയാണ്. എഫിന്റെ ആകൃതി. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണെന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ പൂക്കോട് തടാകമാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ വേളി കായലാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ. വടക്കേ അറ്റത്തെ കായലോ? കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കായലാണ്. കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കായൽ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത് ഏതൊക്കെ? അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ എന്നിവ പെരിയാറിന്റെ പോഷക നദികളാണ്. അപ്പൊ ഈ പ്രസ്താവന തെറ്റ്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ശരിയാണ്. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട് കായലിലാണ് പതിക്കുന്നത്. ശരിയാണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാർ 244 കിലോമീറ്റർ ആണ് നീളം. ശിവഗിരി മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ശിവഗിരി മല. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നും ശങ്കരാചാര്യർ പൂർണ എന്നും വിശേഷിപ്പിച്ച നദി ഏതാ? പെരിയാറാണ്. പെരിയാർ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാ? പെരിയാർ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ചിരിക്കുന്നതും പെരിയാർ നദിയിലാണ്. പെരിയാർ നദിയിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാ? പള്ളിവാസൽ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 2ാമത്തെ വൈദ്യുത പദ്ധതിയായ ചെങ്കുളം സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ്. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം ഇവയൊക്കെ പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നതും പെരിയാർ നദിയിലാണ്. പെരിയാർ നദി. ഇനി പെരിയാറിൽ ഒരുപാട് അണക്കെട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട അണക്കെട്ട് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ഭൂതത്താൻ അണക്കെട്ട് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ നദിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പെരിയാർ നദി. കുണ്ടള അണക്കെട്ട്, മുല്ലപ്പെരിയാർ അണക്കെട്ട്, ഇടമലയാർ അണക്കെട്ട്, ചെങ്കുളം, ചെറുതോണി, പൊന്മുടി ഡാം ആണ്. പൊന്മുടി സുഖവാസ കേന്ദ്രം തിരുവനന്തപുരത്താണ്. പൊന്മുടി ഡാം ആണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിൽ. ഓക്കെ. പെരിയാറിന്റെ തീരത്താണ് പെരിയാർ വന്യജീവി സങ്കേതം,
കാലടി ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാറിന്റെ തീരത്താണ്. ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. ഇനി ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദി ഏതാണ്? അതും പെരിയാറാണ്. പെരിയാറിൽ 1924 ഒരു വെള്ളപ്പൊക്കമുണ്ടായി. അത് ഏതു പേരിൽ അറിയപ്പെടുന്നു? 99 വെള്ളപ്പൊക്കം. 99 വെള്ളപ്പൊക്കം ഉണ്ടായത് 1924 എന്തുകൊണ്ട് 99 വെള്ളപ്പൊക്കം എന്ന് വിളിക്കുന്നു? 1099 മലയാള മാസം 1099 മലയാളം ആണ്ട് 1099 നടന്നതുകൊണ്ടാണ് 99 വെള്ളപ്പൊക്കം എന്ന് വിളിക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ, ചൂർണി എന്നും പൂർണ്ണ എന്നും അറിയപ്പെടുന്നത് പെരിയാറാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാ? പമ്പയാണ്. ദക്ഷിണ ഭാഗീരഥി. അതുപോലെ ബാരിസ് എന്ന പേരിൽ അറിയപ്പെടുന്നതും പമ്പയാണ്. ഒരു ക്വസ്റ്റിന് തന്നെ ഒരുപാട് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ക്ലാസ്സുകളൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. കൂടുതലും മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് പറഞ്ഞു തരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന, കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ. തെറ്റാണ്, ചൈനയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. ഇവിടെ ശബരിഗിരി എന്നാണ് തന്നിരിക്കുന്നത്. ഇത് രണ്ടും തെറ്റാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. ശരി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ട്. ഇത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ പ്രസ്താവന, കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ഏതാണെന്ന് ഓർക്കുക? ചൈനയാണെന്ന് ഓർക്കുക. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടി. വർഷം ഓർക്കുക? 1972. 1972. ഇനി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ്. മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷം 1940. അവിടെ തന്നെ 4 ഫാക്ട് ഇപ്പൊ പറയാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, വർഷം 1940, സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴ. മുതിരപ്പുഴ ഏത് നദിയുടെ പോഷക നദി? പെരിയാറിന്റെ പോഷക നദി. 4 ഫാക്ട് കിട്ടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം. ചെങ്കുളം ജലവൈദ്യുത പദ്ധതി വർഷം 1954. 1954. പള്ളിവാസലാണ് ആദ്യത്തേത്, അത് 1940. ചെങ്കുളം വർഷം 1954. ഇതും സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിൽ തന്നെയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് 1975 ഒക്ടോബർ മാസം 4-നാണ്. 1975 ഒക്ടോബർ മാസം 4-നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത്. ഉൽപാദന ശേഷി 780 മെഗാവാട്ടാണ്. ഇവിടെ കാനഡ എന്ന് പറഞ്ഞേക്കുന്നില്ലേ? ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ കാനഡയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ്? കാനഡ. ഇനി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറുമാണെന്ന് പറഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല ഏതാ? പാലക്കാട് ജില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാ? കൊല്ലം ജില്ലയിലെ കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. വാളയാർ ജലസേചന പദ്ധതി ഏത് ജില്ലയിലാ? പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ളത്. വാളയാർ, മീൻകര, പോത്തുണ്ടി, മലമ്പുഴ, മംഗലം മുതലായ ജലസേചന പദ്ധതികളെല്ലാം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. മുതിരപ്പുഴ പെരിയാറിന്റെ പോഷക നദി. ഇനി ഇടമലയാർ നദിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ്. അപ്പൊ ചാലക്കുടി ആവുമ്പം ഏത് ജില്ലയായിരിക്കും? തൃശൂർ ജില്ല. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയെ പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ലേ? ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല. ഇനി കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാ? കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഇനി ഉള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? കക്കാട് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ല. സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? മണിയാർ ജലവൈദ്യുത പദ്ധതി. ഇനി പാലക്കാട് ജില്ല. PSC ചോദിക്കുന്ന പാലക്കാട് ജില്ലയിലെ ചോദ്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. കുറെ ഫാക്ട്സ് ഉണ്ട്. ഒന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല ഏത്? പാലക്കാട്. നിലക്കടല, പരുത്തി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? പാലക്കാടാണ്.
കേരളത്തിൽ കാർഷിക ആവശ്യത്തിനായി ഏറ്റവും കൂടുതൽ ഭൂമി ഉപയോഗിക്കുന്ന ജില്ല ഏതാ? പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല പാലക്കാട്. ഏറ്റവും വലിയ ജില്ല 2006 മുതൽ ഏറ്റവും വലിയ ജില്ല പാലക്കാടായിരുന്നു. ഇപ്പോൾ ഇടുക്കി ജില്ലയാണ് ഏറ്റവും വലിയ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല ഏതാ? പാലക്കാട് ജില്ല. കാളപ്പൂട്ട് ഉത്സവം ആഘോഷിക്കുന്ന ജില്ല ഏതാ? പാലക്കാട്. കാളപ്പൂട്ട് ഉത്സവം ആഘോഷിക്കുന്ന ജില്ല. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറവ് സാക്ഷരത രേഖപ്പെടുത്തിയ ജില്ല ഏതാ? പാലക്കാട് ജില്ലയാണ്. ഇനി കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഇതിൽ ഭവാനി ഒഴുകുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒറ്റ ക്ലാസ്സിൽ നിന്ന് 100-ലധികം മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മിസ് ചെയ്യരുത് ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ. എല്ലാ ക്ലാസ്സുകളും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്ലാസ്സും ഞാൻ ഇങ്ങനെ തിരഞ്ഞെടുത്ത് തരുന്ന ക്ലാസ്സുകളാണ്. ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുത്തിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളൊക്കെ നടന്നു വരികയാണ്. 10th മെയിൻസിന് വേണ്ടി പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.